ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ നവനാൾ ആചരണത്തിൻ്റെ 3-ാം ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമുക്ക് മാതാവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്, ജന്മദിന സമ്മാനം നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ ഏറ്റവും അടുത്ത കൂട്ടുകാരനോട് മാത്രമേ ചിലവ് ചോദിക്കുകയുള്ളൂ. ജന്മദിനത്തിനടാ നിൻ്റെ ബർത്ത്ഡേ അല്ലേ, എനിക്ക് ചിലവ് ചെയ്യണം എന്ന് പറയുള്ളൂ. ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ബർത്ത്ഡേക്ക് നമ്മളങ്ങനെ ചോദിക്കില്ല. അപ്പോൾ ഈശോയോടും മാതാവിനോടും നല്ല ചങ്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ, ഡിസംബർ 25-ന് 4 മാസങ്ങൾക്കിപ്പുറം അത് അവിടെ ഈശോയുടെ ബർത്ത്ഡേയും കൂടി വരികയാണ്. അപ്പോൾ മാതാവിൻ്റെ ബർത്ത്ഡേയും ഈശോയുടെ ബർത്ത്ഡേയും 2025 അതൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ. നന്നായിട്ട് ചേർന്ന് നിൽക്കുക. അവർക്കും തോന്നട്ടെ, ഈ കൊച്ച്, ഈ മകൻ, മകൾ എന്നോട് ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ ചേർന്ന് നിന്ന് ചോദിച്ചാൽ ഒന്നും തള്ളിക്കളയില്ല. നല്ലൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ, വന്നു ചേരട്ടെ. വന്നുകൊണ്ടിരിക്കാതിരിക്കാം ഒരു അനുഗ്രഹം. അപ്പോൾ ആകുലപ്പെടണ്ട. ഇന്നത്തെ സുവിശേഷത്തിൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട. അങ്ങനെ ആകുലപ്പെടുന്നത് വിജാതീയരാണ്. അത് വിജാതീയരുടെ ചിന്തയാണ്. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ ചിലപ്പോൾ രോഗം ഉണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും. ഇതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക. അത് വിജാതി ചിന്തയാണ്. നിയമാവർത്തന പുസ്തകം 18-9 വാക്യം, ഒരു ദേശത്ത് വരുമ്പോൾ ആ ദേശത്തിൻ്റെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. അപ്പോൾ വിജാതീയ ചിന്തയാണ്. നമ്മൾ പള്ളിയിലിരിക്കുമ്പോൾ കർത്താവ്, എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയും, പള്ളിക്ക് പുറത്ത് ഇറങ്ങിക്കഴിയുമ്പോൾ ദുരാചാരങ്ങൾ പലതൊക്കെ ഉണ്ട്. ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടും എന്ന് പറയുന്ന വിജാതീയ ചിന്തകൾ, അതിലേക്ക് പെട്ടുപോകുന്നത് യഥാർത്ഥത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയല്ല. അപ്പോൾ വിജാതീയ ചിന്ത പാടില്ല. വിജാതീയരാണ്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. ദൈവത്തിനറിയാം നമുക്ക് എന്താണ് വേണ്ടതെന്ന്. ഇനി ഇപ്പം കാനായിലെ കല്യാണ നാളിൽ വീഞ്ഞ് തീർന്നു പോയി. വീഞ്ഞ് തീർന്നു പോയതിന് കാരണമുണ്ട് ഇല്ലേ? കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും. ഒത്തിരി ആളുകളെ വിളിച്ച് കാണാം, അല്ലെങ്കിൽ ഭക്ഷണം കുറച്ച് പാചകം ചെയ്ത് കാണാം. അതായിരിക്കാം ഒരു പക്ഷെ കാരണം. അപ്പോൾ അവർ മാതാവിൻ്റെ അടുക്കൽ വന്ന്, അമ്മ വീഞ്ഞ് തീർന്നു പോയമ്മ, ഈ അപകടസ്ഥിതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് സഹായിക്കണം എന്ന് അവർ ഈശോയുടെ അമ്മയോട് പറഞ്ഞു കാണും. അപ്പോൾ ഇപ്പോൾ കല്യാണ തടസ്സമൊക്കെ ഉണ്ട്. കല്യാണ തടസ്സം 10-35-40 വയസ്സ് കഴിഞ്ഞാൽ ഈ കാലയളവിൽ എങ്ങനെ കല്യാണം നടക്കാനാണ്? ഇത് അസാധ്യമായൊരു കാര്യമാണ്. ഒരു കുഞ്ഞിനെ തരുന്നത് ദൈവമാണ്. ദൈവം വിവാഹ ജീവിതത്തിലേക്ക് വിളിച്ചിട്ട് ഇനി കൊച്ചില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവനല്ല ദൈവം. എന്തെങ്കിലുമൊക്കെ കുറവുകൾ ശരീരത്തിനുണ്ടാകും. അത് ചിലപ്പോൾ ചില കുറവുകൾ ഭക്ഷണക്രമത്തിലൂടെ വരുത്തുന്ന കുറവുകളുണ്ടാകാം. നമ്മളെന്നൊന്ന് ശ്രദ്ധിച്ച മനസ്സിലാവും, എന്തുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിവില്ലാതെ പോയത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, എന്തെങ്കിലും കുറവുകളുണ്ടാകും. അപ്പം ഇങ്ങനെ കുറവുകളുണ്ടാകും, അബദ്ധങ്ങളുണ്ടാകും, കടബാധ്യതകളുണ്ടാകാം, ക്രയവിക്രയങ്ങൾ അത് വേണ്ട രീതിയിൽ അത് ചെയ്യാഞ്ഞത് കൊണ്ടാകാം, കൊടുക്കൽ വാങ്ങലൊക്കെ അതൊക്കെ ബുദ്ധിമോശം വരുത്തിയത് കൊണ്ടാകാം കടബാധ്യത വന്നത്. അപ്പം ഇതൊക്കെ ചിലപ്പോൾ അസാധ്യമെന്ന് തോന്നും. അപ്പം നമ്മൾ ആകുലപ്പെടും, കർത്താവേ ഇങ്ങനെ എങ്ങനെ ജീവിക്കാനാണ്? ഒരു കല്യാണം കിട്ടുന്നില്ല, ഒരു കൊച്ചിനെ കിട്ടുന്നില്ല, കടബാധ്യത മാറുന്നില്ല. ആകുലതയ്ക്ക് വകയുണ്ട്. പക്ഷേ കർത്താവിനോടൊന്ന് പറഞ്ഞു നോക്ക്, കർത്താവേ എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നല്ല ആലോചന നല്ല സമയത്ത് വന്നതാ, അപ്പം എല്ലാം തട്ടിക്കളഞ്ഞു. ഇപ്പം കിടന്ന് പെടാപ്പാട് പെടുകയാണ് നല്ലൊരു കല്യാണ ആലോചനയ്ക്ക്. അപ്പം ദൈവത്തോട് പറ, ദൈവമേ അബദ്ധം പറ്റിപ്പോയി കർത്താവേ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം രക്ഷിക്കുക. അപ്പം ആകുലപ്പെട്ടുകൊണ്ടിരിക്കാതെ, വിഭജിക്കപ്പെട്ട ഒരു ഹൃദയം കൊണ്ട് നടക്കാതെ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നൊരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുക. അതാണ് ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം, അത് ഇന്നത്തെ വായന, 1-ാമത്തെ ലേഖനം 7-ാം അധ്യായം 32-ാം വാക്യം, നിങ്ങൾക്ക് ഉത്കണ്ഠ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഉത്കണ്ഠ ഉണ്ടാകരുത്. അപ്പം ഈ പല കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നവൻ്റെ മനസ്സ്, അവൻ്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവന് കുറച്ചു നേരം തോന്നും പ്രാർത്ഥിക്കണമെന്ന് തോന്നും,
പിന്നത്തൊന്നും പള്ളി പോകേണ്ടെന്ന് തോന്നും. ഇങ്ങനെ വിഭജിക്കപ്പെട്ടു പോവുകയാണ് പലപ്പോഴും. കർത്താവിലേക്ക് ശ്രദ്ധ വയ്ക്കാത്തവൻ്റെ മനസ്സ് എപ്പോഴും അങ്ങനെയാണ്. ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു ഹാർട്ട് നമുക്ക് വേണം. നമുക്കതിന് വേണ്ടിയിട്ടാണ് കൂതാശകളിലൂടെ ദൈവം നമ്മളെ പരിപോഷിപ്പിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. ഞാനൊരു ദുരാചാരത്തിനും പോകില്ല, കർത്താവ് എനിക്ക് തരുമ്പോൾ തരട്ടെ അനുഗ്രഹം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. അതാണ് ദൈവത്തിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മനസ്സ്. മറിയത്തിൻ്റെ മനസ്സ് എപ്പോഴും അങ്ങനെയായിരുന്നു. മറിയം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഗബ്രിയേൽ ദൂതൻ അഭിവാദനം ചെയ്തപ്പോൾ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുമ്പോൾ ഈ വചനം കേട്ട് ലൂക്ക 1:29 അവൾ അസ്വസ്ഥയായി എന്നാ പറയുക. അവൾ വളരെയധികം അസ്വസ്ഥയായി. നമ്മുടെ ജീവിതത്തിലുള്ള കാര്യം അത് തന്നെയല്ലേ, അസ്വസ്ഥത, ഉത്കണ്ഠ. അപ്പം മറിയം അസ്വസ്ഥയായി. പക്ഷെ മറിയം എന്താ ചെയ്തത്? എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ഇനിയും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ആട്ടിടയന്മാർ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് അത്ഭുതപ്പെടുമ്പോൾ മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇത് മറിയത്തിൻ്റെ പ്രത്യേകതയാണ്, ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇനിയും ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യം, ഈശോയെ കാണാതെ പോകുന്ന അവസരത്തിൽ ഈശോയെ കണ്ടുകിട്ടുമ്പോൾ പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രീക്ക് മൂലപദം സിംബല്ലോ അങ്ങനെയാണ്. സിംബല്ലോ അതിൻ്റെ അർത്ഥം ഒരിടത്തേക്ക് എറിയുക, ഒരിടത്ത് അന്വേഷിക്കുക. അതാണ് ഒന്നിച്ച് അന്വേഷിക്കുക, ഒന്നിച്ച് ചേർക്കുക. അതാണ് അതിൻ്റെ അർത്ഥം. സിംബല്ലോ ഒന്നിച്ച് അന്വേഷിക്കുക. അതാണ് അതിൻ്റെ ഗ്രീക്ക് പദം. പോകുമ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ കൃത്യം അർത്ഥം മനസ്സിലാകണമെന്നില്ല. ഒന്നിച്ച് ചിന്തിക്കുക, ഒന്നിച്ച് ചേർക്കുക. അതായത് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ മറിയത്തിൻ്റെ മനസ്സ് പതറിപ്പോയില്ല, വിഭജിക്കപ്പെട്ടില്ല. ഇതെന്താണ്, എനിക്കെങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റും, എങ്ങനെ ചിന്തിച്ച പതറിയ മനസ്സുമായിട്ട് മറിയം നിന്നില്ല. മറിയം അപ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിലെ ദൈവഹിതം എന്താണെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഈ വർത്തമാനത്തിൻ്റെ പിന്നിലെ, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് പിന്നിലെ ദൈവഹിതം എന്താണെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അതാണ് സിംബലോ. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയാമോ? ഡിയാബലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു വാക്കാണ് ഡയാബോളിക് ആക്ടിവിറ്റീസ്. ഡിയാബലോ എന്ന വാക്ക് അതിൽ നിന്നാണ്. ഡയാബോളിക് ആക്ടിവിറ്റീസ് അതിൻ്റെ അർത്ഥം പൈശാചിക പ്രവർത്തനങ്ങൾ എന്നാണ് അർത്ഥം. പിശാചിൻ്റെ പ്രവൃത്തി എന്താ? പിശാച് ചെതറിച്ച് കളയും. നമുക്കിപ്പോൾ ഒരു കടബാധ്യത, അല്ലെങ്കിൽ ഒരു രോഗം, ഒരു അകാല മരണം, നമ്മുടെ മനസ്സ് ചെതറിച്ച് കളയും. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, ഇനി മേലാ ഞാൻ പള്ളി പോകിയാല, ഞാൻ ഇനി പ്രാർത്ഥിക്കാല എന്ന് ചിന്തിച്ച് വിഭജിച്ച് കളയും പിശാച്. ദൈവത്തിൽ നിന്ന് മനസ്സ് ചിതറിച്ച് കളയും. അതാണ് ഡിയബോളോ. അപ്പം മറിയം ഗാഠമായി ചിന്തിച്ചു എന്നതിൻ്റെ അർത്ഥം എന്താ? ഹൃദയം ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ മനസ്സോട് അവിടെ സംസാരിക്കാനൊന്നും പോയില്ല, ആളുകളോട് പരാതി പറയാൻ പോയില്ല. പറഞ്ഞ് അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ചിന്ത മനസ്സിലുണ്ടാക്കിയില്ല. നമുക്ക് ഏഷണി കയറ്റിത്തരുന്നവരുണ്ടാകാം, നമുക്ക് പിരികേറ്റിത്തരുന്നവരുണ്ടാകാം. ആ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ, മൂത്ത മകൻ വീട്ടിലേക്ക് വന്നപ്പോൾ വേലക്കാരൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ സഹോദരൻ വന്നിരിക്കുന്നു, കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അത് കേട്ടപ്പോഴാണ് മൂത്ത മകന് കോപിച്ചകത്ത് കയറാൻ വിസമ്മതിച്ചു. ശരിക്കും ആ വേലക്കാരനൊരു പിരികേറ്റിക്കൊടുത്തതാ. ഒരേ മനസ്സോടുകൂടെ പോകേണ്ടവൻ, അപ്പനോടുകൂടെ ജീവിച്ചവൻ, അവൻ്റെ മനസ്സ് ആ സമയം വിഭജിക്കപ്പെട്ടു പോയി. കർത്താവിൽ നിന്ന്, അവൻ്റെ അപ്പനിൽ നിന്ന് മനസ്സ് മാറിപ്പോയി. അപ്പനെതിരെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നിനക്ക് എത്ര നാളായി ദാസ്യവേല ചെയ്യുന്നു. ഈ വർത്തമാനമൊക്കെ വരുന്നത് വിഭജിക്കപ്പെട്ട മനസ്സിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കുറച്ചു നേരം ഒന്ന് ശാന്തമായി ഇരുന്ന് നോക്കിക്കാം. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് കർത്താവിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കാം. ആ പന്നിക്കൂട്ടിൽ അവൻ ഒറ്റക്കായിരിക്കുമ്പോഴാണ്
അവൻ്റെ മനസ്സ് വിഭജിക്കപ്പെട്ടു പോയ മനസ്സ്, സ്വത്തും വാങ്ങിച്ച് ദൂരെ പോയ അവൻ്റെ മനസ്സ്, വിഭജിക്കപ്പെട്ട മനസ്സ്, അത് പിതാവിൻ്റെ മനസ്സോട് ചേർന്ന് വന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി കഴിയുന്നു. അപ്പം ഇത് ഒന്നിച്ച് ചേർക്കുക. ഈ പലയിടത്ത് അന്വേഷിക്കുന്ന രീതി മാറ്റണം. പലയിടത്ത് അന്വേഷിക്കുന്ന രീതിയാണ് ഡയാബോളിക് ആക്ടിവിറ്റീസ്. ഹൃദയം കർത്താവിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പലയിടത്ത് പോകില്ല. ഹൃദയം കർത്താവിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ദുരാചാരം ചെയ്യാൻ പോകില്ല, ചരട് കെട്ടാൻ പോകില്ല, തൂവാല കെട്ടാൻ പോകില്ല, താഴ്ത്ത് പൂട്ടാൻ പോകില്ല. ഹൃദയം കർത്താവിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, ഹൃദയം കർത്താവിനോട് ചേർത്ത് വയ്ക്കാത്തവരാണ് ദുരാചാരങ്ങൾക്ക് പിറകെ പോകുന്നത്. ഹൃദയം കർത്താവിനോട് ചേർത്ത് വയ്ക്കാത്തവരാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്, ജീവിതത്തോട് മടുപ്പ് തോന്നുന്നത്. അപ്പം ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞിട്ടുള്ളത്, കർത്താവാണ് എൻ്റെ ഇടയൻ. ഇതിലെ വചനം സങ്കീർത്തനം 23:1, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അതല്ല, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട. നിങ്ങൾ കർത്താവിൻ്റെ കാര്യം അന്വേഷിക്കുക. മറിയം ചെയ്തത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. ഇതാണ് മറിയം പറഞ്ഞത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള കോൺസെൻട്രേഷൻ, സമർപ്പണം. ഇതാണ് കർത്താവിനോട് ചേർന്നുള്ള ഹൃദയം. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. മറിയത്തിന് വല്ലതിനും കുറവുണ്ടായോ? അനുഗ്രഹിക്കപ്പെട്ടവൾ, സ്വർഗത്തിൽ ഭാഗ്യവതി, കൃപ നിറഞ്ഞവൾ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, തലമുറകളിൽ ഭാഗ്യവതി. മറിയത്തിന് എന്തെങ്കിലും കുറവുണ്ടായോ? അതാണ് കർത്താവിനോട് ഹൃദയം ചേർത്ത് വയ്ക്കുന്നവർക്കും ഒന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തനം 34 പറയുന്നൊരു വചനമാണ് 10-ാമത്തെ വാക്യം. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു പറഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇന്നത്തെ സുവിശേഷം നിങ്ങൾ കേട്ടില്ലേ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ നിങ്ങൾക്കെല്ലാം ചേർത്ത് നൽകപ്പെടും. വേറെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകരുത്. കർത്താവിൻ്റെ കൂടെ നിന്ന് മാമോദീസ സ്വീകരിച്ച്, ആദ്യ കുമ്പസാരം നടത്തി, ആദ്യ കുർബാന സ്വീകരിച്ച്, സ്ഥൈര്യലേപനം സ്വീകരിച്ച്, കർത്താവിന് മുമ്പിൽ വിശുദ്ധ വിവാഹം സ്വീകരിച്ച് ദൈവ പൈതങ്ങൾ വേറെ സ്ഥലത്ത് പോകാൻ പാടില്ല, വിഭജിക്കപ്പെടാൻ പാടില്ല. വിഭജിക്കപ്പെടാത്ത മനസ്സോടുകൂടെ കർത്താവിനെ സമീപിക്കണം. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ സങ്കീർത്തനം 95 പറയുന്നത്, മെരീബായിൽ, മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അതെന്താ കാരണം? അത് സംഖ്യാപുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം. അവർ കർത്താവ് നയിച്ചോണ്ട് വന്നതാ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ തുടങ്ങിയ കർത്താവിനെ നയിക്കല. സംഖ്യാപുസ്തകം എത്തുമ്പോഴും അവര് വെള്ളമില്ലാഞ്ഞിട്ട് കർത്താവിനെതിരെ പരാതി പറഞ്ഞു. മെരീബായിൽ കർത്താവ് ജലം കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു. നീ ആ പാറയോട് കൽപ്പിക്കുക എന്ന് മോശയോട് പറഞ്ഞു. മോശ എന്ത് ചെയ്തു? പാറയോട് കൽപ്പിക്കാനാണ് പറഞ്ഞത്. പക്ഷെ മോശ വടികൊണ്ട് പാറമേൽ അടിച്ചു. അതുകൊണ്ട് മോശയ്ക്ക് ശിക്ഷ കിട്ടി. അത് സങ്കീർത്തനം 106:32 സങ്കീർത്തനം 106:32 പറയുന്നത്, കർത്താവ് 32 മെരീബ ജലാശയത്തിനടുത്ത് വെച്ച് അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി. ഈ വിഭജിക്കപ്പെടുന്ന ഹൃദയം മൂലം ഒരാൾ വിഭജിക്കപ്പെട്ട ഹൃദയമായി കുടുംബത്തിലുണ്ടെങ്കിൽ കുടുംബത്തിലുള്ളവർക്കും അതിൻ്റെ വിപത്തുണ്ടാകും. അതാണ്. അപ്പോൾ ശരിക്കും കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിക്കണം. നമ്മളങ്ങനെ കർത്താവിനെ പ്രകോപിപ്പിക്കരുത്. കർത്താവ് നമ്മൾ അത്രയും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയാൽ കർത്താവ് അനുഗ്രഹിച്ച കഥയല്ലാതെ വേറൊന്നും ഉണ്ടാകുകയില്ല. എന്നിട്ട് എന്തിനാണ് കർത്താവിന് മനസ്സ് മാറ്റിക്കളയുന്നത്? മറിയം അവസാനം വരെ നിന്നതുപോലെ കർത്താവിൻ്റെ മനസ്സോട് ചേർന്ന് നിൽക്കുക. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇത് ഇങ്ങനൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ മാതാവിൻ്റെ ബർത്ത്ഡേ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ സഭയും മാതാവും കർത്താവും ഒക്കെ ഇതെല്ലാം അനുഗ്രഹമാണ്. സഭയോട്, കർത്താവിനോട്, മാതാവിനോട്, എല്ലാവരോടും അങ്ങനെ ചേർന്ന് ജീവിക്കുമ്പോൾ
ഒന്നിനും കുറവുണ്ടാകുകയില്ല എന്ന ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ. ആരെങ്കിലും നീറി കഴിയുന്നുണ്ടെങ്കിൽ, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, എനിക്ക് സങ്കടമാണല്ലോ എന്നാരെങ്കിലും നീറി കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് പരിശുദ്ധമ്മയുടെ ഒരു പ്രത്യേക തലോടൽ, പരിശുദ്ധമ്മയുടെ ഒരു പ്രത്യേക മാധ്യസ്ഥ്യം, ഒരു കരുണാമൃതം പോലെ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നീറുന്ന മനസ്സിൽ കരുണാമൃതമേകൂ അമ്മേ, തളരാതെ എന്നെ നീ കാത്തിടണമേ, കനിപോലും നിൻ ഇരു കൈകൾ നീട്ടി എന്നെ കരതാരിൽ കൺമണി പോലെ കാത്തിടണമേ. ഇങ്ങനെ നമ്മളിങ്ങനെ പതറിപ്പോകുമ്പോൾ മറിയം ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഉള്ളിലെ ഈശോ നഷ്ടപ്പെടാതെ മറിയം ഒരു കരം ഇങ്ങനെ പുറകിലും നെഞ്ചിലും, ഒരു കരം പുറകുവശത്തും മറ്റൊരു കരം നെഞ്ചിലും ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ സംരക്ഷിക്കട്ടെ. നമ്മുടെ ഉള്ളിലെ ഈശോ നമുക്ക് കൂദാശകളിലൂടെ നൽകപ്പെട്ട ദൈവിക സാന്നിധ്യം അത് നഷ്ടപ്പെടുത്താതെ മറിയം ഈ ദിവസങ്ങളിൽ ഇരു കൈകളും ഇങ്ങനെ ചേർത്ത് വെച്ച് നമ്മളെ സംരക്ഷിക്കട്ടെ. നീറുന്ന മനസ്സിൽ കരുണാമൃതമേകൂ അമ്മേ, തളരാതെ എന്നെ നീ കാത്തിടണമേ, കനിപോലും നിൻ ഇരു കൈകൾ നീട്ടി എന്നെ കരതാരിൽ കൺമണി പോലെ കാത്തിടണമേ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യം ധാരാളമായിട്ട് ഉണ്ടാകും.